അൽഹംദുലില്ലാ ഏതായാലും DH ദൈവം കൊണ്ട് പാസ്സായി. എനിക്ക് 24th എക്സാം, 25th റിസൾട്ട് വന്നു, പാസ്സായി. ഇതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് മെഡ്വെജൻ ടീമിനോട് തന്നെയാണ്. അവരുടെ ഒരു സപ്പോർട്ട്, എസ്പെഷ്യലി ആൻഡോ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മുതൽ DHൻ്റെ ഡൗട്ട് വരെ സാറ് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ എൽദോ സാറ് ഡൗട്ട്സും കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. സാർ പെട്ടെന്ന് തന്നെ റിപ്ലൈ കാര്യം തന്നിരുന്നു. പിന്നെ ആൻഡോ സാർ വെച്ച മെറ്റീരിയൽസൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എക്സാമിന്. എക്സാമിൻ്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പീനിയനിൽ നമ്മൾ ഫാർമക്കോളജി ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ നോൺ ഫാർമക്കോളജിന് ഫോക്കസ് ചെയ്യുക. മാർക്കറ്റിംഗ്, എത്തിക്സ്, അതുപോലെ ബയോകെമിസ്ട്രി ആ ലെവലിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഫാർമസി പ്രാക്ടീസ് ആയിരുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക, അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിലൊരു 8 to 10 ക്വസ്റ്റ്യൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. 8 to 10 ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു 50% രണ്ടും നമുക്ക് അറിയുന്ന രീതിയിൽ സിമ്പിളായിട്ടും കാൽക്കുലേഷനൊക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള രീതിയൊക്കെ തന്നെ ആയിരുന്നു. അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല അത്. ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും എഴുതുന്ന ആൾക്കാർ പെട്ടെന്ന് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അറിയാത്തതിന് ഒന്നെങ്കിൽ നമുക്ക് അറിയണ എന്തെങ്കിലും ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഫ്ലാഗ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ പോയിട്ട് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്യുക. 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈം ഉണ്ടാവും, എൻ്റെ ഒപ്പിൽ ടൈം ഉണ്ടാവും. നമ്മൾ ടൈം ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവും. എനിക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്നു. 2 hours കൊണ്ട് തന്നെ എക്സാം കംപ്ലീറ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ റിവിഷനായിട്ടൊരു 1 hour ഒരു 50 minutes കിട്ടിയിരുന്നു. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഇതൊന്നും ചെയ്യുക. ഇനി ഇതങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. എൻഡിൽ ഒന്നുകൂടി ഞാൻ ആൻഡോ സാറിനോട് ടീമിനോട് എൻ്റെ താങ്ക്സ് പറയുകയാണ്.